ഇന്നിപ്പോൾ ഒരു 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 ഇപ്പം മേലുദ്യോഗസ്ഥർ അത് പോലീസിൽ നടന്നിട്ടുമുണ്ട്. കീഴിലുള്ള ഉദ്യോഗസ്ഥരുടെ അടുത്ത് പറയുന്നത് നീ വെടിവെച്ച് കൊന്നോ അയാളാണ് എന്ന് പറയും. വെടിവെക്കുകയും ചെയ്തിട്ടുണ്ട്, കൊന്നിട്ടുമുണ്ട്, ഇല്ലേ? ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. പക്ഷെ റൂൾ ഓഫ് ലോ എന്താണ് പറയുന്നത്? മേലുദ്യോഗസ്ഥൻ കൊല്ലാൻ പറഞ്ഞാൽ കയറി കൊന്നിട്ട് ഞാൻ കൊന്നു എന്ന് പറഞ്ഞാലൊന്നും ഒരു രക്ഷയില്ല മോനെ. നിയമം എന്താണ് പറയുന്നത് അതാണ് ചെയ്യേണ്ടത്. ഇത് എല്ലായിടത്തും ബാധകമാണ്, ഫയലിനകത്തും ബാധകമാണ്. മേലുദ്യോഗസ്ഥന്റെ ആഗ്രഹം വേറെയാണെന്ന് വിചാരിച്ചിട്ട് നിയമം ലംഘിച്ചുകൊണ്ടൊന്നും കീഴുദ്യോഗസ്ഥൻ എഴുതേണ്ട കാര്യം ഇവിടെ ഇല്ല. റൂൾ ഓഫ് ലോ വന്നു കഴിഞ്ഞു. അപ്പോൾ അവിടെ റൂൾ ഓഫ് ലോ ലംഘിച്ചുകൊണ്ടുള്ള പല കാര്യങ്ങളും ചെയ്യാൻ പറയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ യു ഹാവ് ദ കംപ്ലീറ്റ് ഫ്രീഡം ടു സ്പീക്ക് ഔട്ട് എന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. മാത്രമല്ല, ഭരണഘടനയിൽ ആർട്ടിക്കിൾ 19(1)A പ്രകാരം നമുക്ക് സംസാര സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അത് നിയന്ത്രിക്കാനുള്ള ഏതൊക്കെ രീതിയിൽ നിയന്ത്രിക്കാമെന്ന് 19(2)ലും പറഞ്ഞിട്ടുണ്ട്. 19(2) എടുത്ത് വായിച്ചു നോക്കിയാൽ പോരെ. 19(2)ൽ പറഞ്ഞിട്ടുണ്ട് എന്താ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ വിഷയങ്ങൾ, അല്ലെങ്കിൽ ഡിഫമേഷൻ, അല്ലെങ്കിൽ ക്രൈം ഇൻസൈറ്റ് ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ.